എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു പരിപ്പ് കറി തന്നെയാണ്. നിങ്ങൾ തീർച്ചയായും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നാൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഞാനിപ്പം 1 കപ്പ് മസൂർ ദാൽ ചുവന്ന പരിപ്പാണ് ഇതിലേക്ക് എടുക്കുന്നത്. 1 കപ്പാണ്. കഴുകി വൃത്തിയാക്കിയ ശേഷം നേരെ തന്നെ നമുക്ക് വേവിക്കാനായിട്ട് വെക്കാവുന്നതാണ്. നിങ്ങൾ തുവരപ്പരിപ്പ് എടുക്കുന്നതെങ്കിൽ വേവ് കുറച്ച് കൂടുതലാണ്, അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കുക. ഇതിനു വേണ്ടി തുവരപ്പരിപ്പും എടുക്കാം, മസൂർ ദാലും എടുക്കാം. കഴുകി വൃത്തിയാക്കിയ ശേഷം പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 5 കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം, ഇത്രയും ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാവുന്നതാണ്. ഇനി ഞാൻ ഒന്ന് ചതച്ചെടുക്കാനായിട്ട് ഒരു 10 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 2 പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ എടുക്കുക. 3-4 അല്ലി വെളുത്തുള്ളിയും എടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, തീരെ ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക. 5-6 വറ്റൽമുളകൊക്കെ എരിവിനനുസരിച്ച് മാത്രമേ എടുക്കാവൂ. എന്നിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാവുന്നതാണ്. ഈ ചതച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഇത് ഉള്ളി അതുപോലെ തന്നെ വറ്റൽമുളക് ജീരകം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അങ്ങനെ ഉള്ളിയും വെളുത്തുള്ളി വറ്റൽമുളക് ഇതെല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് ശ്രദ്ധിച്ച് മാത്രമേ ഇടാവൂ. നമ്മൾ ദാലിനകത്ത് പരിപ്പ് വേവിക്കാൻ വെച്ചപ്പോൾ അതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ. ഇനി ഞാൻ അടുപ്പത്തേക്കൊരു മൺചട്ടി വെച്ചു. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയുടെ കൂടെ ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലതായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ കടുക് ഉപയോഗിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി അതുപോലെ തന്നെ മുളക് ഒക്കെ കൂടെയുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ആ കൊച്ചുള്ളിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറുതായി അരിഞ്ഞെടുത്ത ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി തക്കാളി ഒന്ന് ഈ മസാലക്കൂട്ടിൽ യോജിച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് മസാലക്കൂട്ടിൽ. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇനി ഒന്ന് നല്ലതായി ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി നിങ്ങൾ വേവിക്കുന്ന സമയത്ത് വേവിച്ചെടുക്കുമ്പോൾ പരിപ്പ് കറിക്കകത്ത് വെള്ളമില്ല എങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് വേണം ഈ ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മാത്രം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഈ ഒരു നെയ്യ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. യോജിപ്പിച്ചെടുത്ത ശേഷം തിളയ്ക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത പരിപ്പ് കറിയാണ്, തിളപ്പിച്ച് വേവിച്ചെടുത്ത പരിപ്പ് കറിയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറി തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.